മാം ഇന്ന് വേൾഡ് ഓർഗൻ ഡൊണേഷൻ ഡേ ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു 14 ഓർഗൻസാണ് മാം അവയവദാനം ചെയ്യാൻ വേണ്ടിയിട്ട് സമ്മതം നൽകിയിരിക്കുന്നത്. എന്താണ് അതിലേക്ക് എത്തിച്ചത്? അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ മാമിനെ എത്തിച്ചത് എങ്ങനെയായിരുന്നു? ഈ വർഷങ്ങളായിട്ടും എനിക്ക് ഓർഗൻ ഡൊണേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഓർഗൻ എന്ന് പറഞ്ഞാൽ കിഡ്നി ഡൊണേറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു പണ്ട്. അത് ഞാൻ അച്ചാച്ചൻ്റെ അടുത്തും ജോഡത്തും പറഞ്ഞു. അതങ്ങ് സംസാരത്തിൽ അങ്ങ് ഒരു കോൺവെർസേഷനായിട്ട് മാറിയാൽ ഒന്നും വേറെ ഒന്നും കൂടുതലൊന്നും വന്നില്ല. പിന്നെ എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ, ഉചിതമായ ഒരു സമയമുണ്ടല്ലോ. സോ അങ്ങനെ അങ്ങ് മുമ്പോട്ട് പോയി. അപ്പം ഈയിടെ എനിക്ക് അങ്ങനെ ഒരു ഇത് തോന്നി. കാരണം കുറേ ആൾക്കാരെ ഞാൻ മീറ്റ് ചെയ്യുന്നുണ്ട്. ഈ മരിക്കാൻ കിടക്കുമ്പം അവർക്ക് ആക്ച്വലി വേണമെങ്കിൽ ഡൊണേറ്റ് ചെയ്തിട്ട് പോകാം. പക്ഷെ അതാരും പറയത്തില്ല. ഒന്ന് ബൈസ്റ്റാൻഡറും എന്ന് പറയുന്നത് ഫാമിലി മെമ്പേഴ്സ്, അവർക്ക് ഒരിക്കലും അന്നപ്പം ചിന്തിക്കുന്നില്ല. അത് നമുക്ക് എങ്ങനെയെങ്കിലും ആൾ ജീവിച്ചിരിക്കുക അത് മാത്രമേ നമ്മൾ ചിന്തിക്കൂ. അപ്പം അങ്ങനെ പോയിട്ടുള്ള അങ്ങനെ കുറേ കാര്യം കാണുന്നു. പിന്നെ ഞാൻ കണ്ടിരിക്കുന്ന ഈയിടെ കണ്ട ഒരു കൊച്ചാണ്, 25 വയസ്സുള്ളൊരു പയ്യൻ, 24-25 വയസ്സുള്ളൊരു കുട്ടി. അവന് വേണമെങ്കിൽ നമ്മൾ ആരെങ്കിലും അവന് വേണ്ടത് അവൻ്റെ ലങ്ങും പോയി, ലങ്ങാണ് ആദ്യമേ പോയത്, ഒരു ലങ്ങ് പോയി. അപ്പം മരിച്ച ആളുടെ തന്നെ കിട്ടത്തുള്ളൂ. പക്ഷേ ഭയങ്കരമാണ് വെയിറ്റിംഗ് ലിസ്റ്റിൽ. അത് കഴിഞ്ഞിട്ട് അവൻ്റെ ഹാർട്ടും പോയി, അങ്ങനെ രണ്ടും പോയി. പിന്നെ നമ്മൾ ആക്ച്വലി കണക്ക് നോക്കുവാണെങ്കിലുണ്ടല്ലോ ഓൾമോസ്റ്റ് 80,000 ഡോണേഴ്സിനെ ഒരു വർഷം തന്നെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുക ആൾക്കാർ, ആരുടെയെങ്കിലും ഓർഗൻ കിട്ടാൻ വെയിറ്റ് ചെയ്യുക. ഞാൻ എനിക്ക് എന്തെങ്കിലും രീതിയിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത് അല്ലേ. അപ്പം അങ്ങനെ ചെയ്യുമ്പം ചിലപ്പം മറ്റുള്ളവരും കൂടെ അത് ഫോളോ ചെയ്യും. അപ്പം ഞാൻ ആ 14 നമ്പർ എങ്ങനെയാണ് വന്നതെന്ന് വെച്ചാൽ ഞാൻ ഓരോന്നിങ്ങനെ നോക്കി ഇങ്ങനെ ടിക്ക് ചെയ്ത് നാഷണൽ ഇതിൻ്റെ സൈറ്റിലാണ് പോയത്. അപ്പം ടിക്ക് ചെയ്ത് പോയപ്പോൾ ഞാൻ നോക്കുമ്പോൾ എല്ലാം അങ്ങ് ചെയ്തേക്കാം എന്ന് പറഞ്ഞാൽ അങ്ങ് എല്ലാം അങ്ങ് ചെയ്യും. അപ്പം അതിൻ്റെ അകത്ത് എനിക്ക് ഹാൻഡ് ഭയങ്കര ഇതായിട്ട് തോന്നി. ഹാൻഡ് വളരെ ഒരു ഇതായിട്ട് തോന്നി. കാരണം ഞാൻ കുറച്ച് വർഷം മുമ്പേ റോട്ടറിയുടെ കൂടെ ഞാൻ ആർട്ടിഫിഷ്യൽ ലിംസ് ഡൊണേഷൻ ചെയ്യുമായിരുന്നു, പ്രോസ്തറ്റിക് ഹാൻഡ്സ് കൊടുക്കുമായിരുന്നു. അപ്പം അങ്ങനെ ഒത്തിരി പേര് ഒത്തിരി പേരെ കാണാൻ പോയിട്ടുണ്ട്. അവർക്ക് പോയി നമ്മളിത് കൊടുത്തിട്ടുണ്ട്. ഇത് പക്ഷേ ഒരു പ്ലാസ്റ്റിക് പോലത്തെ ഒരു സാധനമാണ്, ഒരു സ്റ്റിഫായിട്ടുള്ളൊരു സാധനമാണ്. ഇങ്ങനെ ബട്ടൺ ഞെക്കുമ്പോൾ നമുക്ക് കൈ കൊണ്ട് കാപ്പി പിടിക്കാം, അങ്ങനെയൊക്കെ. ഇപ്പം 2 കൈയും നമുക്കങ്ങനെ പ്രോസ്തറ്റിക് ഹാൻഡ്സ് കൊടുക്കാം. പക്ഷെ അതൊക്കെ ഒരു ആർട്ടിഫിഷ്യൽ ഇതാണ്. പക്ഷെ നമ്മുടെ നാച്ചുറൽ ഹാൻഡ് നമ്മൾ കൊടുക്കുമ്പം അവർക്ക് ആക്ച്വലി ഇപ്പം മെഡിക്കൽ സയൻസ് ഭയങ്കരമായിട്ട് പുരോഗമിച്ചു. ഈ ഹാൻഡ് അവർ ഫിക്സ് ചെയ്യും. ഒരു കൈ ഇല്ലാത്ത ആൾക്ക് ബ്ലഡും ബോൺസും ഇതും എല്ലാം അവർ സ്ട്രീം ചെയ്യും. അപ്പം അവർക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഞാനൊരു വീട്ടിൽ പോയപ്പം ഒരു ആൾ പറയാം, എൻ്റെ മകന് കുറേ വർഷം കൂടി നിന്നൊരു കുഞ്ഞുണ്ടായി, ആ കുഞ്ഞിന് എൻ്റെ പേരായിട്ടിരിക്കുന്നത്, എനിക്ക് ആ കുഞ്ഞിനെ എടുക്കാൻ പോലും പറ്റത്തില്ല, ആരെങ്കിലും കൊണ്ടുവന്ന് എനിക്ക് തരണം, എന്നാലേ പറ്റത്തുള്ളൂ എന്ന്. ഇതൊക്കെ എനിക്ക് ഒത്തിരി ടച്ച് ചെയ്ത കാര്യങ്ങളാണ്. പക്ഷെ അപ്പം എനിക്ക് എൻ്റെ കൈ ഇപ്പം കൊടുക്കണമെന്നൊന്നുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞാൽ നമുക്കിങ്ങനെ ഓർക്കും, അയ്യോ പാവം, നമ്മളിങ്ങനെ വിചാരിക്കില്ലേ. പക്ഷെ ഞാനിങ്ങനെ അയ്യോ പാവം എന്ന് ചിന്തിച്ച് മുമ്പോട്ട് പോകുന്ന ആളല്ല. എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും, അങ്ങനെ ഈ പ്രോസ്തറ്റിക് ഹാൻഡ്സ് കൊടുക്കുന്നത്. പക്ഷെ അപ്പം ഞാൻ ഈ ലിസ്റ്റ് ഇങ്ങനെ കണ്ടപ്പോൾ, ഹാൻഡ് കണ്ടപ്പോൾ ഞാൻ ടിക്ക് ചെയ്തു. പൂർണ്ണ സമ്മതത്തോടു കൂടി, പൂർണ്ണ അറിവോടുകൂടി, പൂർണ്ണ ഹൃദയം അവിടെ വെച്ചുകൊണ്ട് തന്നെ കൈ കൊടുക്കാം. കാരണം എന്തിന്, ഞാൻ വീട്ടിൽ വന്ന് പിള്ളേരുടെ അടുത്ത് പറഞ്ഞപ്പം എന്നെ ആസ് യൂഷ്വൽ കുഞ്ഞുമാണി, അവൻ ആക്ച്വലി ഭയങ്കര നല്ലതായിട്ട് എന്നെ എന്നാ പറയുക, ചോദ്യങ്ങൾ ചോദിക്കുന്നത് കറക്റ്റാണ്. കാരണം എനിക്കൊരു ഉത്തരം കണ്ടുപിടിക്കണം ചിലപ്പോൾ ഉണ്ടല്ലോ. അപ്പം ഇല്ലെങ്കിലോ എന്നോർത്തിട്ട് അവൻ എൻ്റെ ചോദിച്ചു, മമ്മ മരിക്കുമ്പോഴുണ്ടല്ലോ നമ്മൾ കൈ കൂട്ടി പിടിക്കുമ്പം ഒരു കുരിശ് വെക്കത്തില്ലേ കയ്യിൽ നമ്മൾ മരിക്കുമ്പോൾ, ആ മമ്മയ്ക്ക് കൈയില്ലെങ്കിൽ പിന്നെ എങ്ങനെ നമ്മൾ കുരിശ് കൂട്ടി ചേർക്കുന്നു. അപ്പം അതെന്നെ ചിന്തിച്ചു. നേരാണല്ലോ പറഞ്ഞത്, നേരാണല്ലോ പറഞ്ഞത്. പക്ഷെ അതിനുള്ളൊരു ഉത്തരം എന്നാന്നറിയോ?